നമസ്കാരം, എൻ്റെ പേര് നിതിൻ എഫ് എന്നാണ്. ഞാൻ SUT ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ്. ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ഇപ്പോൾ കോളേജ് സ്റ്റുഡൻസിനിടയ്ക്കും അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ കണ്ടുവരുന്ന വയലൻറ്റ് ബിഹേവിയറിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ ക്യാമ്പസുകളിലും അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സിനിടയിലൊക്കെ തന്നെ ഈ അടുത്ത നാളുകളിൽ വയലൻറ്റ് ബിഹേവിയർ വളരെ കൂടുന്നതായിട്ടാണ് ശ്രദ്ധയിൽപ്പെടുന്നത്. പത്രമാധ്യമങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പല കാരണങ്ങൾ നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയുമെന്നുള്ളതാണ് വസ്തുത. ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കോവിഡിന് ശേഷം അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് വെർച്വൽ ഇൻട്രാക്ഷൻസ് വളരെ കൂടുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. സോഷ്യൽ മീഡിയയും മറ്റു തരത്തിലുള്ള ഇൻസ്റ്റൻറ്റ് മെസ്സേജിങ് ആപ്പുകളൊക്കെ തന്നെ വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കുകയും വെർച്വൽ ഗെയിമുകളൊക്കെ തന്നെ വളരെ കൂടി വരുന്ന ഓൺലൈൻ സ്ട്രീമിംഗ് സൈറ്റുകളൊക്കെ തന്നെ വളരെ ആക്റ്റീവായിട്ടും കൂടുതൽ ഡ്യൂറേഷനിൽ ആൾക്കാർ ഉപയോഗിച്ച് വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പലരുടെയും സ്ക്രീൻ ടൈമൊക്കെ വളരെ കൂടുതലായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മുടെ ഈ വെർച്വൽ ഇൻട്രാക്ഷൻസ് കൂടുന്നത് കൊണ്ട് തന്നെ നമ്മളുടെ ഒരു ഫിസിക്കൽ ഇൻട്രാക്ഷൻ ഉള്ള സമയവും അവസരങ്ങളും ലഭിക്കാതെ വരുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പോൾ നമ്മുടെ ഒരു ഇൻഹറൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഒരു ഫിസിക്കൽ അഗ്രസീവായിട്ടുള്ള ആക്റ്റീവായിട്ടുള്ള ബിഹേവിയേഴ്സൊക്കെ തന്നെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അർജികളൊക്കെ തന്നെ പ്രോപ്പറായിട്ട് ചാനലൈസ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പോൾ അതിനൊരു പ്രധാനപ്പെട്ട പരിഹാരമെന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ മറ്റു ആൾക്കാരുമായിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻസ് ഒക്കെ തന്നെ കൂട്ടുകയും ഫിസിക്കൽ ആക്ടിവിറ്റികളൊക്കെ കൂട്ടുക എന്നുള്ളതാണ്. പലതരത്തിലുള്ള ഹോബീസ് ആയിക്കൊള്ളട്ടെ, മറ്റ് കാര്യങ്ങൾ എൻഗേജ്ഡ് ആയിക്കൊള്ളട്ടെ, സോഷ്യൽ സർവീസുകളായിക്കൊള്ളട്ടെ. അപ്പോൾ പരമാവധി ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ എൻഗേജ്ഡ് ആവുന്നത് ഒരു പരിധിവരെ ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം തന്നെ ഫിസിക്കലായിട്ടുള്ള സ്പോർട്സ് ആക്ടിവിറ്റികളൊക്കെ തന്നെ നമ്മുടെ ഈ ഫിസിക്കലി ആക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ എനർജറ്റിക് ആയിട്ടുള്ള ആ ഒരു അർജിനെയൊക്കെ തന്നെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്നുള്ള വസ്തുത അറിഞ്ഞിരിക്കുക. അപ്പോൾ ഈ വെർച്വൽ ഇൻട്രാക്ഷൻസ് പരമാവധി കുറച്ചിട്ട് ഫിസിക്കലായിട്ടുള്ള ആക്ടിവിറ്റികൾ കൂട്ടുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡിബേറ്റുകളുടെയും ഡിസ്കഷൻസിൻ്റെയും അഭാവം. ഇപ്പോൾ എനിക്ക് ഒരാളുമായിട്ടൊരു അഭിപ്രായ വ്യത്യാസമുണ്ട് അല്ലെങ്കിൽ ആളുമായിട്ട് ആശയപരമായ ചില വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമുക്ക് ചുറ്റും കാണുന്നതൊക്കെ തന്നെ ഒരു മോണോട്ടോണസ് ആയിട്ട് അല്ലെങ്കിൽ ഞാൻ പറയുന്നതാണ് ശരി അല്ലെങ്കിൽ ഞാൻ പറയുന്നത് മാത്രമാണ് ശരി അല്ലെങ്കിൽ അത് പ്രോപ്പറായിട്ട് ഡിസ്കസ് ചെയ്യപ്പെടുന്നില്ല, ഡിബേറ്റ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പോൾ ഈവൻ നമ്മുടെ ക്യാമ്പസുകൾ ഇപ്പോൾ അക്കാഡമിക്കലി വളരെ എക്സലൻ്റ് ആയിട്ടുള്ള നാടാണ് നമ്മുടേത്. പക്ഷേ നമ്മുടെ ക്യാമ്പസിനകത്ത് നിന്ന് കേൾക്കുന്ന പല സെമിനാറുകളാണെങ്കിലും പല മീറ്റിങ്ങുകളാണെങ്കിലും പ്രതിഷേധങ്ങളാണെങ്കിലും ഒരു മോണോട്ടോണസ് ആയിട്ട് ഫീലിങ്സ് ബേസ്ഡ് ആയിട്ട് മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുക. അല്ലാതെ ഒരു റാഷണൽ ആയിട്ടുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അപ്രോച്ചുകളല്ല പലപ്പോഴും നമ്മുടെ യങ്സ്റ്റേഴ്സിനിടയിൽ കാണുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഈ പ്രതിഷേധങ്ങൾ പല രീതിയിലും അല്ലെങ്കിൽ ആശയങ്ങളൊക്കെ നമ്മൾ പ്രചരിപ്പിക്കുന്നതൊക്കെ തന്നെ ഒരു മോണോട്ടോണസ് ആവുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഡിബേറ്റ് ചെയ്യപ്പെടുമ്പോൾ ഇപ്പോൾ എൻ്റെ അഭിപ്രായ വ്യത്യാസം വേറൊരാളുമായിട്ട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ ഡിബേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ പാർട്ട് കുറേ കൂടെ ക്ലാരിറ്റി ഉണ്ടാവാനും അവർക്ക് അവരുടെ ഭാഗം ക്ലിയറായിട്ട് മനസ്സിലാക്കാനും ഡിഫറൻസ് ഉണ്ടെങ്കിൽ അതിനകത്ത് കൂടുതലായിട്ട് വർക്ക് ചെയ്യാനും അങ്ങനെയാണ് നമ്മുടെ അക്കാഡമിക് ആയിട്ടുള്ള എക്സലൻസും നമ്മുടെ നോളജൊക്കെ കൂടുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനിടയ്ക്കാണെങ്കിലും നമ്മുടെ യങ്സ്റ്റേഴ്സിനിടയ്ക്കാണെങ്കിലും പരമാവധി ഡിസ്കഷൻസും ഡിബേറ്റുകളും കൂട്ടുക. പ്രത്യേകിച്ച് നമ്മുടെ ക്യാമ്പസുകളിൽ കൂട്ടേണ്ടത് അത്യാവശ്യമാണ്. ഡിഫറൻ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻസിലാണെങ്കിലും ഐഡിയോളജീസ് ആണെങ്കിലും. അപ്പോൾ അത് നമ്മുടെ സൊസൈറ്റിയെ ഓവറാൾ ലോങ് ടൈം ഹെൽപ്പ് ചെയ്യുമെന്നുള്ള വസ്തുത നമ്മൾ പരമാവധി മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ യങ്സ്റ്റേഴ്സൊക്കെ തന്നെ പലരും ഈ ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസിൽ എൻഗേജ്ഡ് അല്ല. ഇപ്പോൾ നമ്മളെ ചില യങ്സ്റ്റേഴ്സ് പ്രത്യേകിച്ച് ടീനേജ് കഴിഞ്ഞ് വരുന്ന ഹയർ എഡ്യൂക്കേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന യങ്സ്റ്റേഴ്സിനെയൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ ലേറ്റായിട്ട് ഉറങ്ങുകയും ലേറ്റായിട്ട് എഴുന്നേൽക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് പലരിലും കാണുന്നത്. അതൊരു വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പ്രാക്ടീസായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നമ്മുടെ ലൈഫ് കുറേ കൂടെ റൂട്ടീനൊക്കെ ഉണ്ടാക്കി
കുറേ കൂടെ ഗ്രൗണ്ടഡ് ആയിട്ട് നമ്മുടെ റോൾസ്, ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് വോളണ്ടറിലി നമ്മുടെ ഡ്യൂട്ടിയും റെസ്പോൺസിബിലിറ്റീസൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ അത് നമ്മുടെ ഇൻഡിവിജ്വലി ഹെൽപ്പ് ചെയ്യുകയും ലോങ് ടൈം നമ്മുടെ ലൈഫ് ഒരു മീനിങ് ഫുള്ളാക്കി മാറ്റുന്നതിനും നമ്മുടെ സൊസൈറ്റി കുറേ കൂടെ ഓർഡറായിട്ട് ഫങ്ഷനിങ് ആയിട്ട് എല്ലാവർക്കും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിനുള്ള ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യുന്നതിനും ഈവിളിനെയൊക്കെ തോൽപ്പിച്ചുകൊണ്ട് ഗുഡ്നെസ് വർദ്ധിച്ചു വരുന്നതിനും കാരണമായി തീരും എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അങ്ങനെ നല്ലൊരു സൊസൈറ്റിയും വളരെ ഫങ്ഷനിങ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ഫാമിലി ലൈഫ് നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്.